മാനുവൽ പ്രോഗ്രാമും ഓട്ടോമാറ്റിക് പ്രോഗ്രാമും ഉണ്ട്. സെയിം നമ്മുടെ വാഷർ എക്സ്ട്രാക്ടറിലെ പോലെ തന്നെ. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ഓട്ടോ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ഓൾറെഡി കമാൻഡ് എല്ലാം കൊടുത്ത് എത്ര ടൈം വാഷ് ചെയ്യണം, എത്ര ടൈം സ്പിൻ ചെയ്യണം, എല്ലാം നമ്മൾ ഓൾറെഡി പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. ഓട്ടോ പ്രോഗ്രാം എടുക്കുക, സ്റ്റാർട്ട് പ്രോഗ്രാം കൊടുത്ത് മെഷീൻ അതിൻ്റെ കമാൻഡ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളൂ. നമ്മൾ നോക്കുന്നത് മാനുവൽ പ്രോഗ്രാം എൻ്റർ ചെയ്ത് ഡോറ് ലോക്ക് ചെയ്യണം. ഡോർ ലോക്ക് ചെയ്ത് ഇനി നമുക്ക് ഈ പെറുക്കെല്ലാം കിടക്കുന്ന ടാങ്ക് 1-ലാണ്. ഒരാൾ ചെയ്തോ, ഒന്ന് ചെയ്തോ ഇതിനകത്ത് പറഞ്ഞത്. അപ്പം ഇതാണ് ഡോറ് ലോക്കാക്കി. ഇനി നമുക്ക് ഏത് ടാങ്കിൽ നിന്ന് എടുക്കണം? ടാങ്ക് 1 നെക്കിക്കോ. ടാങ്ക് 1 നെക്കിയില്ലേ? ഒന്ന് നോക്കി. ഇപ്പൊ ഇവിടെ സിമ്പിൾ വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അകത്തേക്ക് വരാനുള്ള വാൽവ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരാനായിട്ടുള്ള വാൽവ് ഓപ്പൺ ചെയ്ത് ഇനി മോട്ടർ ഓൺ ആക്കുക. അപ്പൊ മോട്ടർ ഓണായി. ഇനി അവിടെ നിന്ന് വെള്ളം എടുക്കാനായിട്ട് തുടങ്ങും. ഡോർ ലോക്ക്. ഇതാണോ മാഡം? ഇതിന്റെ സിമ്പിൾ കണ്ടോ? ടാങ്കിന്റെ അകത്തേക്കുള്ള സിമ്പിൾ. ഇത് ടാങ്കിൽ നിന്ന് പുറത്തേക്കുള്ള സിമ്പിൾ. ഇപ്പൊ ടാങ്കിന്റെ അകത്തേക്കുള്ള വാൽവ് ഓപ്പൺ ആക്കി, ടാങ്ക് 1 ഓപ്പൺ ആക്കി, പമ്പ് അടിച്ചു. നേരെ ഇവിടെ നിന്ന് നേരെ ഡ്രമ്മിലേക്ക് കയറി. ഓക്കെ, ഓപ്പൺ ആക്കി പെരക്ക് കയറി. നമുക്കിപ്പോൾ ഇത്രയും പെരക്ക് മതി. ഓഫാക്കി വാൽവ് ക്ലോസ് ചെയ്ത് ആ സൗണ്ട് കേട്ടോ, അതെല്ലാം എയറിന്റെ പിസ്റ്റൺ പിടിക്കുകയോ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന. ഇപ്പൊ എന്തായി? ആ സെയിം അതേപോലെ തന്നെ മെഷീൻ്റെ അകത്ത് വെള്ളം കയറ്റിയെന്ന് കരുതിക്കോ. പെരക്ക് കയറ്റി. ഇനി എന്താ ചെയ്യേണ്ടത്? വാഷ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിറ്റർജന്റ് ഇല്ല. വാഷ് ചെയ്യുക. ഇതാണ് വാഷിങ്. നെക്കിക്കോ. എന്തോ ഇത് സ്പിന്ന്. അതേപോലെ തന്നെ വാഷ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ മറ്റേതിൻ്റെ അകത്ത് പോലെ വീണ്ടും ചെയ്യണ്ട. എന്ന് വെച്ചാൽ ഒരു തവണ വെള്ളം കയറ്റി. മറ്റേന്ന് പറയുമ്പോൾ സോപ്പ് വെള്ളമാണ്, പുറത്തേക്ക് കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളം കയറ്റി പ്യുവർ ആക്കുക. ഇതിനങ്ങനെയാണ്, ഒറ്റ തവണ കയറ്റി ആ ഒരു ടൈമിൽ നമുക്ക് വാഷ് ചെയ്താൽ മതി.